എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. കഴിവതും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. അതേസമയം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികൾ ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. മേടമാസം 31-ാം തീയതി വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കുന്നതുമാണ്. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. കുടുംബത്തോടു കൂടി ദൂരദേശ യാത്രകൾ പോകാൻ സാധിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നതും കുടുംബത്തിലുള്ളവരോടും പുതിയ ആളുകളോടും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും നല്ലതാണ്. അതേസമയം ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. അഷ്ടമരാശിയിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചാൽ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റയിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ എന്തിനേയും തരണം ചെയ്ത് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറുകയും പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതുമാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ 7ര ശനിക്കാലമാണ്. പൊതുവെ 7ര ശനിക്കാലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക, അലസത, ധനനഷ്ടം, ദാരിദ്ര്യം, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, ജോലി ലഭിക്കാൻ താമസമുണ്ടാവുക അഥവാ ലഭിച്ചാൽ തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ അധികം ജോലി ചെയ്യേണ്ടി വരിക, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ ഏൽക്കേണ്ടി വരിക, ഇതുപോലെ നിരവധി ദോഷഫലങ്ങൾ പറയുമെങ്കിലും രാശിയാധിപനായ ശനി തൻ്റെ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ള കൂറുകളെ അപേക്ഷിച്ച് ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും അനുഭവപ്പെടുക. ഈ കാലയളവിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതിനാൽ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കേണ്ട സമയമാണിത്. ശനി പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മന്ദഗതിയിലുള്ള പുരോഗതിയായിരിക്കും ലഭിക്കുക. ഈ കാലയളവിൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. മീനമാസം 15-ാം തീയതി ശനി 2-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറയുമെങ്കിലും പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം കുംഭക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.